Hi guys, welcome back to my YouTube channel Medical Study with me Anu. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫാർമക്കോളജി ടോപ്പിക്കാണ്. ഇതിൽ പ്രൊജസ്റ്റിൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇതിന് മുമ്പുള്ള വീഡിയോ ഹോർമോണൽ കോൺട്രസെപ്ഷൻ ആയിരുന്നു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രൊജസ്റ്റിൻസ് എന്ന് ചോദിക്കുന്ന മൈഫ്പ്രിസ്റ്റോൺ അതൊരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിന് മുമ്പ് പ്രൊജസ്റ്റിൻസ് എന്താണെന്ന് അറിയണ്ടേ, ആ ഇൻട്രോയും കൂടെ പറയുന്നുണ്ട്. ആൻഡ് നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. പ്രൊജസ്റ്റിൻസ് എന്ന 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. നാച്ചുറൽ, സിന്തറ്റിക് ആൻഡ് നോൺ സിന്തറ്റിക് പ്രൊജസ്റ്റിൻ. നാച്ചുറൽ എന്ന് പറയുമ്പോൾ പ്രൊജസ്ട്രോൺ ആണ്. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസെറ്റേറ്റ് ഓർ നോൺ എത്തിസ്ട്രോൺ എസെറ്റേറ്റ് എന്നുള്ളത്. ന്യൂക്ലിയർ സിന്തസിസ് എന്ന് പറയുമ്പോൾ എമിസ്ട്രോൺസ് ഉണ്ട്, ഗൊണോൺസ് ഉണ്ട്, വിച്ച് ആർ നോർ എത്തിൻട്രോൺ, അലൈൽ എസ്ട്രോൾ ആൻഡ് ഈഥൽ എസ്ട്രിനോൾ. അതുകൂടാതെ ലെവനോജെസ്ട്രൽ ആൻഡ് ഡെസോജെസ്ട്രൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൻറ്റി പ്രൊജസ്റ്റിൻസ് ആണ്. മൈഫ്പ്രിസ്റ്റോൺ ഇത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ദെൻ സെലക്റ്റീവ് പ്രൊജസ്ട്രോൺ, receptor modulator or unipristone. First, action of progestin. Action of progestins. They act on uterus. Uterusൽ എന്ത് ചെയ്യും? They causes some secretory changes and maintains the pregnancy. Pregnancy maintain ചെയ്യാൻ വേണ്ടി യൂട്രൈൻ സെക്രട്ടറി ഫേസിലേക്ക് മാറും, സെക്രട്ടറി ചേഞ്ചസ് ഉണ്ടാക്കും. സെർവിക്സ് ആണെങ്കിൽ they changes the cervical mucosa to viscoid, scanty viscoid secretion ആയിട്ട് മാറ്റും ദാൻ ഫ്ലൂയിഡിയായി അതിനെക്കാട്ടിലും. ദെൻ വെജൈനയിൽ എന്ത് പറ്റും? വെജൈനയിൽ എപ്പിത്തീലിയൽ ചേഞ്ചസ് ഉണ്ടാക്കും. മാമറി ഗ്ലാൻഡിലാണെങ്കിൽ എൻലാർജ്മെൻറ്റ് ഓർ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഗ്ലാൻഡ് ഫോർ ലാക്ടേഷൻ. ദെൻ ദേ റേസസ് ദി ബോഡി ടെമ്പറേച്ചർ ബൈ 1 degree ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ് ആൻഡ് ബിഗിനിങ് ഓഫ് ഓവുലേഷൻ ഇത് പ്രൊമോട്ട് ചെയ്യും. ദെൻ ADRs എന്ന് പറയുമ്പോൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, ഹെഡേക്ക്, ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, എഡിമ, ആക്നെ ആൻഡ് മൂഡ് സ്വിങ്സ്. ഇപ്പോൾ പറഞ്ഞ ആക്ഷൻ തന്നെയാണ് ഇവിടുത്തെ ADR ആയിട്ട് വരുന്നത്. ഹെഡേക്ക്, ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, എഡിമ, ആക്നെ ആൻഡ് മൂഡ് സ്വിങ്സ്. ദെൻ യൂസസ് ഓഫ് പ്രൊജസ്റ്റിൻ എന്ന് പറയുമ്പോൾ മെയിൻലി യൂസ്ഡ് ഇൻ കോൺട്രാസെപ്ഷൻ, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഒവേറിയൻ സപ്രഷൻ. ആൻഡ് ഒവേറിയൻ സപ്രഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡിസ്മെനോറി ഉണ്ടാകും, എൻഡോമെട്രിയോസിസ്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആൻഡ് premenstrual symptoms. അതുകൂടാതെ threatened or habitual abortion, endometrial carcinoma or delayed premature labor, to delay the premature labor, and endometrial hyperplasia, postponement of menstruation. ഇതൊക്കെയാണ് ആക്ഷൻസ് ഓഫ് പ്രൊജസ്റ്റിൻസ് വരുന്നത്. ഇനി മൈഫ്പ്രിസ്റ്റോൺ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു പാർട്ട്. മൈഫ്പ്രിസ്റ്റോൺ പ്രൊജസ്റ്റേഷണൽ ആസ് വെൽ ആസ് ആൻറ്റി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആക്ടിവിറ്റി ഉണ്ട് മൈഫ്പ്രിസ്റ്റോണിന്. ദേ ആർ കോമ്പറ്റീറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ആൻഡ് പാർട്ട്ലി എഗോണിസ്റ്റ് ഓഫ് പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഈ മൈഫ്പ്രിസ്റ്റോണിൻ്റെ പ്രത്യേകത ദേ ഹാവ് ആൻറ്റി പ്രൊജസ്റ്റേഷണൽ ആസ് വെൽ ആസ് ആൻറ്റി ഗ്ലൂക്കോകോഡ് ആക്ടിവിറ്റി ഉണ്ട്. ദേ കോമ്പറ്റീറ്റീവ്ലി ആൻറ്റഗോണിസ്റ്റ് ആണ് ആൻഡ് പാർട്ട്ലി എഗോണിസ്റ്റും ആണ് റിസപ്റ്ററിൻ്റെ, പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സിൻ്റെ. മെക്കാനിസം ഓഫ് ആക്ഷൻ. Mifepristone they prevent mid-cycle surge of FSH and LH, thus delay the ovulation. ഇതുകൂടാതെ ഇവിടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആക്ട് ചെയ്യും. ദേ കോസസ് കുഷിംഗ് സിൻഡ്രോം, എൻഡോമെട്രിയോസിസ് ആൻഡ് CA ബ്രസ്റ്റ്. ആൻഡ് ദേ ഹാവ് അതർ മെക്കാനിസം ഓഫ് ലൂട്ടിയോലൈറ്റിക് ഇഫക്റ്റ്. ലൂട്ടിയോലൈറ്റിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ദേ ആക്ട് ആസ് എമർജൻസി കോൺട്രാസെപ്ഷൻ. ദെൻ മൈഫ്പ്രിസ്റ്റോൺ എന്ന് പറയുമ്പോൾ ദേ ബ്ലോക്ക് പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് ഇൻ ദി യൂട്രസ്. അങ്ങനെ ഫെർട്ടിലൈസ്ഡ് എഗ് ഡിറ്റാച്ച് ചെയ്യും. ആൻഡ് ഡിറ്റാച്ച് ചെയ്ത് ഫെർട്ടിലൈസ്ഡ് എഗ് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? HCG ലെവൽ കുറയും, പ്രൊജസ്റ്റിൻ ലെവൽ കുറയും, സെക്രീഷൻ കുറയും, ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിൻ ലെവൽ കൂടും. അങ്ങനെ ദേ സോഫ്റ്റൻ സെർവിക്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി യൂട്രൈൻ കോൺട്രാക്ഷൻ ആൻഡ് കോസിങ് എക്സ്പൾഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ മൈഫ്പ്രിസ്റ്റോൺ എന്താ ചെയ്യുന്നത്? ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗിൻ്റെ ബ്ലാസ്റ്റോസിസ്റ്റിനെ എക്സ്പെൽ ചെയ്യുക ചെയ്തത്. ദസ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സംഭവിക്കും. That is use of mechanism of action of mifepristone. Now ADR of mifepristone. ADR എന്ന് പറയുമ്പോൾ it causes nausea, vomiting, headache, uterine cramp, severe bleeding and infection. Then uses of mifepristone. Termination of pregnancy. That is 600 mg of mifepristone single dose is required for the termination of pregnancy. Then increasing the uterine contraction with prostaglandin. Then expulsion of blastocyst എന്നൊക്കെയാണ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിൽ ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷനും അതുകൂടാതെ എമർജൻസി ഹോർമോൺ അതുകൊണ്ട് തന്നെ വിളിക്കാറുണ്ട്. മന്ത്ലി കോൺട്രാസെപ്ഷനാണ്.
മന്ത്ലി ആണ് ഇതിൻ്റെ ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. ദെൻ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ ദ ഡിക്രീസസ് ദ സൈസ് ഓഫ് യൂട്രൈൻ ഫൈബ്രോയിഡ് 25 to 30 മില്ലിഗ്രാം മൈഫ്രസ്റ്റോൺ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എക്ടോപിക് പ്രഗ്നൻസിയുടെ ഫീറ്റൽ ഗ്രോത്ത് ഡിക്രീസ് ചെയ്യും. ദെൻ സെർവൈക്കൽ റൈപ്പണിങ്ങിനും സോഫ്റ്റനിങ് ഓഫ് സെർവിക്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കുഷിംഗ് സിൻഡ്രോമിനാണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് ആൻ ആൻറ്റി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇഫക്റ്റ്. ദെൻ കോൺട്രാഇൻഡിക്കേഷൻ കോൺട്രാഇൻഡിക്കേഷനകത്താണെങ്കിൽ വുമൺ വിത്ത് ദി അനീമിയ ഓർ ദി വുമൺ ഹു ഈസ് റിസീവിങ് ആൻറ്റികോയാഗുലൻസ് ബിക്കോസ് ഓഫ് ഹെവി ബ്ലീഡിങ് ഈ മൈഫ്രസ്റ്റോൺ ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല. ദേ ആർ കോൺട്രാഇൻഡിക്കേറ്റഡ്. പ്രൊജസ്റ്റിൻസ് കൺക്ലൂഡ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ 3 ക്ലാസ് ഉണ്ട്. നാച്ചുറൽ, സിന്തറ്റിക് ആൻഡ് ന്യൂലി സിന്തസൈസ്ഡ് പ്രൊജസ്റ്റിൻസ്. നാച്ചുറൽ ആകുമ്പോൾ പ്രൊജസ്ട്രോൺ, സിന്തറ്റിക് ആണെങ്കിൽ മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റും നോർ എത്തിസ്റ്റെറോൺ അസറ്റേറ്റും. ന്യൂലി സിന്തസൈസ്ഡ് പ്രൊജസ്ട്രോൺ ആണെങ്കിൽ എസ്ട്രെയിൻസ് ഉണ്ട്, ഗൊണൈൻസ് ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് നോർ എത്തിൻഡ്രോൺ, അലൈലെസ്ട്രോൺ ആൻഡ് ഈഥൽ എസ്ട്രിനോൾ. ഇത് കൂടാതെ ലെവനോജെസ്ട്രൽ ആൻഡ് ഡെസോജെസ്ട്രൽസ്. ആൻറ്റി പ്രോജസ്റ്റിൻസ് ഡ്രഗ്സ് ആണ് മൈഫ്പ്രിസ്റ്റോൺ ആൻഡ് സെലക്റ്റീവ് പ്രൊജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ് ആൻഡ് യുലിപ്രിസ്റ്റോൾ. ആക്ഷൻ ഓഫ് പ്രൊജസ്റ്റിൻ എന്ന് പറയുമ്പോൾ ദേ ആക്ട് ഓൺ യൂട്രസ് ഫോർ ദേ മേക്ക് സം സെക്രട്ടറി ചേഞ്ചസ് ആൻഡ് മെയിൻറ്റെയിൻസ് പ്രഗ്നൻസി. സെർവിക്സിനാണെങ്കിലോ ദേ മേക്ക് ദി സെർവിക്കൽ മ്യൂക്കസ് വിസ്കോഡ് സ്കാൻഡി സെക്രീഷൻ. വജൈനയിലാണെങ്കിൽ എപ്പിത്തീലിയൽ ചേഞ്ചസ് ഉണ്ടാക്കും. മെമ്മറി ഗ്ലാൻഡിലോ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഗ്ലാൻഡ് ഫോർ ലാക്ടേഷൻ. ബോഡി ടെമ്പറേച്ചർ ദേ വിൽ റൈസ് ബോഡി ടെമ്പറേച്ചർ 1 degree Celsius during increase, that is there will be a rise in 1 degree Celsius during luteal phase and beginning of ovulation. EDR ആയിട്ട് പറയുന്നത് ഹെഡേക്ക്, ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, എഡിമ, ആക്നെ ആൻഡ് മൂഡ് സ്വിങ്സ്. യൂസ് കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒവേറിയൻ സപ്രഷൻ, ഡിസ്മിനോറിയ, എൻഡോമെട്രിയോസിസ്, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആൻഡ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അതുകൂടാതെ it causes threatened abortion or habitual abortions, endometrial carcinoma, to delay the premature labor, endometrial hyperplasia, postponement of menstruation. മൈഫ്രസ്റ്റോൺ ആണ് ഇതിനകത്ത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആൻറ്റി പ്രൊജസ്റ്റേഷണൽ ആസ് വെൽ ആസ് ആൻറ്റി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആക്ടിവിറ്റി. ദെൻ കോമ്പറ്റേറ്റീവ് എൻഡഗോണിസ്റ്റ് ആൻഡ് പാർഷ്യൽ അഗോണിസ്റ്റ് ഓഫ് പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് ആണ് ഇവർ. ആൻഡ് മൈഫ്രസ്റ്റോണിന് 4 മെക്കാനിസം ഓഫ് ആക്ഷൻ ഉള്ളത്. ഇത് prevent the mid-cycle surge of FSH and LH in follicular phase, causing delayed ovulation. Otherwise glucocorticoid receptor antagonist ആക്ട് ചെയ്തിട്ട് കുഷിംഗ് സിൻഡ്രോം, എൻഡോമെട്രിയോസിസ്, CA ബ്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ they have luteolytic effect. അങ്ങനെ it can be used in emergency contraception. And also it can block progesterone receptors in the uterus. പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് ഇംപ്ലാന്റേഷൻ നടക്കില്ല. ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ പ്രൊജസ്ട്രോൺ വേണം. സോ പ്ലാസിൻ്റെ ഫോം ചെയ്യാത്തതുകൊണ്ട് തന്നെ HCG ലെവൽ കുറയും, പ്രൊജസ്റ്റിൻ സെക്രീഷൻ കുറയും, പ്രോസ്റ്റാഗ്ലാൻഡിൻ ലെവൽ കൂടും. അങ്ങനെ സർവിക്സ് സോഫ്റ്റൻ ചെയ്യും. ദേ സ്റ്റിമുലേറ്റ് ദി യൂട്രൈൻ കോൺട്രാക്ഷൻ ആൻഡ് കോസിങ് എക്സ്പ്രഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. EDR പറയുന്നത് ന്യൂസിയ, വോമിറ്റിംഗ്, ഹെഡേക്ക്, യൂട്രൈൻ ക്രാമ്പ്, സിവിയർ ബ്ലീഡിംഗ് ആൻഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ഇതിൻ്റെ യൂസസ് പറയുന്നത് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി 600 mg മൈഫ്രസ്റ്റോൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഇൻക്രീസസ് യൂട്രൈൻ കോൺട്രാക്ഷൻ വിത്ത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ് യൂട്രൈൻ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊരു ടോക്കോലൈറ്റിക് ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ദെൻ റിസപ്റ്റേഴ്സ് എക്സ്പൾഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് അങ്ങനെ സംഭവിക്കും. അതുകൂടാതെ പോസ്റ്റ് കോയിറ്റൽ കോൺട്രസെപ്റ്റീവായിട്ട് യൂസ് ചെയ്യും. അതാണ് എമർജൻസി പില്ലെന്ന് നേരത്തെ പറഞ്ഞത്. മന്ത്ലി കോൺട്രസെപ്ഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ സൈസ് കുറയ്ക്കാൻ യൂസ് ചെയ്യും. അത് 25 to 30 മില്ലിഗ്രാം മൈഫ്രസ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എക്ടോപിക് പ്രഗ്നൻസി ഇതിൽ ഫീറ്റൽ ഗ്രോത്ത് കുറയ്ക്കും. ആൻഡ് ഫൈനലി എക്സ്പൾഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് നടക്കും. ദെൻ സെർവൈക്കൽ റൈപ്പനിങ്ങിൽ ദേ സോഫ്റ്റൻ ദി സെർവിക്സ്. കുഷിംഗ് സിൻഡ്രത്തിലാണെങ്കിൽ ആൻറ്റി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എഫക്ട്സ് ഉണ്ടാവും. കോൺട്രാഇൻഡിക്കേഷനായിട്ട് വുമൺ വിത്ത് അനീമിയ ഓർ റിസീവിങ് ആൻറ്റികോയാഗുലൻറ്റ് ബിക്കോസ് ഓഫ് ഹെവി ബ്ലീഡിംഗ് ഒക്കെയാണ് കോൺട്രാഇൻഡിക്കേഷനായിട്ട് പറയുന്നത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക്, please do like, share and subscribe. Thank you.